സയൻസ് മലയാളം. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല യന്ത്രങ്ങളിലും വിവിധ രൂപത്തിലും ഭാവത്തിലും വലുപ്പത്തിലുമുള്ള പൽചക്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് യന്ത്രങ്ങളിൽ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് വിശദീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഒരു പൽചക്രത്തിന്റെ മാതൃകയാണ്. ഇവിടെ 3 പൽചക്രങ്ങൾ ഈ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയുടെ വലുപ്പം, പല്ലുകളുടെ എണ്ണം എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിലാണ്. ഈ വലിയ പൽചക്രത്തിന്റെ പകുതിയാണ് രണ്ടാമത്തെ പൽചക്രത്തിന്റെ വ്യാസം, അതിന്റെ പകുതിയാണ് മൂന്നാമത്തെ പൽചക്രത്തിന്റെ വ്യാസം. അതുപോലെ വലിയ പൽചക്രത്തിന്റെ പല്ലുകളുടെ എണ്ണത്തിന്റെ പകുതിയാണ് ഈ പൽചക്രത്തിലെ പല്ലുകളുടെ എണ്ണം, അതിന്റെ പകുതിയാണ് ചെറിയ പൽചക്രത്തിലെ പല്ലുകളുടെ എണ്ണം, അഥവാ 32, 16, 8. ഇനി ഈ വലിയ പൽചക്രത്തെ ഞാൻ വലത്തോട്ട് തിരിക്കുകയാണ്. അന്നേരം കറുത്ത പൽചക്രം എങ്ങോട്ട് തിരിയുന്നു, അതുപോലെ ഈ ഓറഞ്ച് നിറത്തിലുള്ള പൽചക്രം എങ്ങോട്ട് തിരിയുന്നു എന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ കറങ്ങുന്നതിന്റെ വേഗതയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നും നോക്കണം. ഇതാ പച്ച പൽചക്രം വലത്തോട്ട് കറങ്ങുമ്പോൾ കറുപ്പ് പൽചക്രം ഇടത്തോട്ടാണ് കറങ്ങുന്നത്. വീണ്ടും ഓറഞ്ച് പൽചക്രം വലത്തോട്ട് തന്നെ കറങ്ങുന്നു. ഇനി കറക്കത്തിന്റെ വേഗത നോക്കൂ. വലിയ പൽചക്രത്തെക്കാൾ കൂടിയ വേഗതയിലാണ് ചെറിയ പൽചക്രങ്ങൾ കറങ്ങുന്നത്. വലിയ പൽചക്രം ഒരു തവണ കറങ്ങുമ്പോൾ ചെറിയ പൽചക്രം എത്ര തവണ കറങ്ങും എന്നറിയാൻ നമുക്ക് ഈ പൊട്ടുകൾ നോക്കാം. ഇപ്പോൾ വലിയ പൽചക്രത്തിന്റെ പൊട്ട് ഈ ദിശയിലാണ്, ചെറിയ പൽചക്രത്തിന്റെ പൊട്ട് ഈ ദിശയില്, ഏറ്റവും ചെറുതിൻ്റെത് ഈ ദിശയിലും. ഈ പൊട്ട് കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്ക് ഈ പൊട്ട് എത്ര തവണ കറങ്ങും, ഈ പൊട്ട് എത്ര തവണ കറങ്ങും നമുക്ക് നോക്കാം. ഇതാ ഏറ്റവും വലിയ പൽചക്രം പകുതി ഭാഗം കറങ്ങിയപ്പോഴേക്കും മീഡിയം വലുപ്പമുള്ളത് ഒരു കറക്കം പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള പകുതി കൂടി കറങ്ങുമ്പോഴേക്ക് ഇത് വീണ്ടും രണ്ടാമത്തെ കറക്കം പൂർത്തിയാക്കി. അപ്പോൾ ഇത് ഒരു തവണ കറങ്ങിയപ്പോൾ ഇത് 2 തവണ കറങ്ങി. ഇനി ഇതിനെത്ര കറക്കമുണ്ടായി നമുക്ക് നോക്കാം. നോക്കൂ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓറഞ്ച് പൽചക്രത്തിലേക്കാണ്. ഇതാ വലിയ പൽചക്രം 1/4 ഭാഗം കറങ്ങിയപ്പോഴേക്കും ഓറഞ്ച് പൽചക്രം ഒരു കറക്കം പൂർത്തിയായി. വലിയ പൽചക്രം പകുതി കറങ്ങിയപ്പോഴേക്കും ഓറഞ്ച് പൽചക്രം 2 കറക്കം പൂർത്തിയാക്കി. വലിയ പൽചക്രം 3/4 ഭാഗം കറങ്ങിയപ്പോഴേക്കും ഇത് 3 കറക്കം പൂർത്തിയാക്കി. ഇനി വലിയ പൽചക്രം ഒരു പൂർണ്ണ കറക്കം കഴിയുമ്പോഴേക്കും ചെറിയ പൽചക്രം 4 കറക്കം പൂർത്തിയാക്കി. അപ്പോൾ ഇത് ഒരു തവണ കറങ്ങുമ്പോൾ ഇത് 2 തവണയും ഇത് 4 തവണയും കറങ്ങുന്നു. ഈ കൃത്യമായ അനുപാതം വരാൻ കാരണം ഞാൻ ഇവയെ ക്രമീകരിച്ചപ്പോൾ വലുപ്പവും പൽചക്രങ്ങളുടെ എണ്ണവും ഒന്നിന്റെ പകുതി അടുത്തതിന്, അതിന്റെ പകുതി അടുത്തതിന് എന്ന രീതിയിൽ ക്രമീകരിച്ചത് കൊണ്ടാണ്. നമ്മുടെ ക്രമീകരണം മാറുന്നതിനനുസരിച്ച് കറക്കത്തിന്റെ വേഗതയിൽ മാറ്റമുണ്ടാകും. ഏതായാലും ഇത് ഒരു തവണ കറങ്ങുമ്പോൾ ഇത് 4 തവണ കറങ്ങുന്നു. ഇങ്ങനെ യന്ത്രങ്ങളിൽ കറക്ക വേഗത കൂട്ടാൻ വേണ്ടിയാണ് പൽചക്രം ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു പൽചക്രം ഒരു ഭാഗത്തേക്ക് കറങ്ങുമ്പോൾ അതിൽ ഘടിപ്പിച്ച പൽചക്രം മറ്റൊരു ഭാഗത്തേക്കാണ് കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങുന്നതിന്റെ ദിശ മാറ്റാൻ അഥവാ ചലന ദിശ മാറ്റാനും പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി ചെറിയ പൽചക്രത്തെ ഉപയോഗിച്ച് വലിയ പൽചക്രത്തെ കറക്കിയാലോ നമുക്ക് നോക്കാം. നോക്കൂ, ചെറിയ പൽചക്രം ഒരു തവണ കറങ്ങിയപ്പോൾ വലിയ പൽചക്രം 1/4 ഭാഗം മാത്രമാണ് കറങ്ങിയത്. അപ്പോൾ ചലന വേഗത കുറയ്ക്കാനും നാം ഇത് ഉപയോഗിക്കും. അപ്പോൾ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1, ചലനത്തിന്റെ വേഗത കൂട്ടുക, 2, ചലനത്തിന്റെ വേഗത കുറയ്ക്കുക, 3, ചലനത്തിന്റെ ദിശ മാറ്റുക.